കല്യാണം കഴിക്കട്ടെ പൊന്നീനെന്ന്. അജുമാമൻ കല്യാണം കഴിച്ചോളാം പൊന്നീനെ. അജുനെ കാണാത്ത എന്താന്ന്? ചന്തോ പൊന്നീനെ ആന കല്യാണം കഴിക്കണേ, ഈ എങ്ങനെ കല്യാണം കഴിക്ക? ഞാൻ കഴിച്ചു. അജുനെ കാണുന്നില്ല. പൊന്നീനെ ആരാ ചന്തോ കെട്ടണേ? പൊന്നീനെ ആരാ കെട്ടണേ? പൊന്നീനെ ആരാ കല്യാണം കഴിക്കുക? ആ ചന്തു. ഞാനും ചന്തു അടിയാവട്ടെ ഇനി. അജു പറയണ അജു കല്യാണം കഴിച്ചോളാന്ന്. ഇപ്പൊ കല്യാണത്തിന് അലമ്പാക്കോ ചന്തു? മറ്റേ നാട്ടിലെത്തി കാണാൻ ചന്തു പൊന്നീനെ കല്യാണം കഴിക്കുന്നു. ഈ ആരെ കല്യാണം കഴിക്കുന്നേ കണ്ടോ? ഇന്ന കല്യാണം കഴിക്കാന്താ, ഇന്ന കല്യാണ പെണ്ണതാ. കേട്ടല്ലോ കണ്ടോ? ആക്ടിങ് ആക്ടിങ് നോക്കിയ കടത്ത് നോക്കി. റൊമാൻസ് ആണ് റൊമാൻസ്. ഇതൊന്നും പൊങ്ങൂലേ? അത് പൊന്നീനെ കണ്ടോണ്ട് ഇനി പൊങ്ങൂല അവിടുന്ന്. അതുവരെ അടിയാവും. പൊന്നീന്റെ വീഡിയോ കോള് കണ്ട ഭയങ്കര സ്നേഹവും അജുനോട്. ഇവളെ അഭിനയം കഴിഞ്ഞോറി ഇവള് നീക്കിടില്ലല്ലോ. പൊന്നൊന്നിനീറ്റേ ഓള് കട്ട് ചെയ്തു. പൊന്നി പന്നി കോള് കട്ട് ചെയ്യണം. എനിക്കോ അതെന്താ? അല്ല അനക്കന്റെ ചെക്കണ്ടല്ലോ അവിടെ. ചെക്ക സ്നഗ്ഗി എടുത്ത് പോയി അല്ലേ? ഇങ്ങോട്ട് പോരെ അജുമാമനെ. പൊന്നി കട്ട് ചെയ്താലേ എനിക്കുള്ളൂ. ഇനി ഈ കട്ട് ചെയ്താലേ പിടുത്തം വിടുള്ളൂ. പൊന്നീനെ കട്ട് ചെയ്തോന്ന് സ്നേഹിച്ച് കൊല്ലും. ഒരു ബീച്ചിൽ പോയാലോ? എന്താ നല്ല സന്തോഷമുണ്ടോ? എന്റെ അച്ഛനല്ലല്ലോ എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞത്, ഈ അമ്മയല്ലേ? അത് അവിടുന്ന് ബോർഡ് വെക്കണായിരുന്നു അല്ലേ? ഫാമിലി ബീച്ച് അടച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പബ്ലിക് ബീച്ചിലേക്ക് തന്നെ പോവാം. അവിടെ എന്തോ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അത്ര. അപ്പൊ ഞങ്ങള് തിരിച്ച് പബ്ലിക് ബീച്ചിലേക്ക് തന്നെ പോവാണല്ലേ പൊന്നു? ഞാൻ ആദ്യം അവിടെ ഇറങ്ങാന്ന് പറഞ്ഞതാ. അപ്പൊ ഈ അജു പറഞ്ഞു അവിടെ കല്ലാണ്. തോണി ഉണ്ടോ അവിടെ? ഇത് നോക്കിയേ, മഞ്ഞ പൂ നോക്കിയേ. ഇത് നമ്മളെ നാട്ടിലുള്ള പൂവാണ്. ഇതിന്റെ ചെറിയ ചെടി നമ്മളെ അവിടെയൊക്കെ കണ്ടപ്പോൾ നാട്ടിലത്തെ അതേ പൂവാണോന്ന് അറിയാൻ വേണ്ടി നമ്മൾ അതിന്റെ മുട്ടെടുത്ത് ഇങ്ങനെ തലയിൽ ഇടിക്കൂലേ? ആ ചെടിയല്ല അല്ലേ ഇത്? അജു മുട്ടെടുത്ത് തലയിൽ ഇങ്ങനെ ഇടിക്കുന്ന ചെടിയല്ല? അതല്ല അല്ലേ? പക്ഷെ അങ്ങനത്തെ ഒരു ചെടിയില്ലേ മുട്ട് ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റണ? അതുണ്ടായിരുന്നു ഞങ്ങളെ ഡ്യൂട്ടിയിലെ സ്ഥലത്ത്. നമുക്ക് ചൂട് തുടങ്ങുന്നതിന്റെ മുന്നോടിയായിട്ട് എല്ലാം കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഈ ക്ലൈമറ്റ് ഇനി കുറച്ച് ടൈമും കൂടി ഉണ്ടാവുള്ളൂ, ഈ തണുപ്പുള്ള ക്ലൈമറ്റ്. ഇനി ഈന്തപ്പഴം പഴുക്കാനാണ് ചൂട് എന്നാ പറയാ ഇവിടെ. കല്ലാണ്. എന്റെ അടുത്ത് പൈസ അല്ലേ ചോദിക്കും ഇവര് രണ്ടാളും. നിങ്ങളുടെ അടുത്തൊന്നും പൈസ അല്ല. എന്ത് എന്ത് എപ്പഴോ? അയ്യോ, വെള്ളം എടുത്ത് കയ്യിൽ പിടിച്ചില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ചോദിക്കും. നല്ല ഭംഗിയുള്ള ചെടികളുണ്ട് കേട്ടോ. കുറ്റി ചെടി പോലെ നിൽക്കുന്നു. എന്ത് ഭംഗിയാ കാണാനെന്നറിയോ? ബീച്ച് അതാക്കണ ബാക്കോട്ട് പോയിരിക്കുക കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്ക് തിരിച്ചു വരും. അപ്പം നമുക്ക് അങ്ങനെ നടന്നു നോക്കാല്ലേ അങ്ങോട്ട്. ഫാമിലി ബീച്ച് ആയിരുന്നെങ്കിൽ അവിടെ അങ്ങനെ കുറേ ദൂരം ഉള്ളിക്ക് പോവായിരുന്നു. മണ്ണ് കളിക്കണോ? ഓള് വരുന്ന വെള്ളത്തിൽ കളിക്കാനല്ല, മണ്ണ് കളിക്കാനാണ്. ആ, കിണർ കുഴിച്ച് വെള്ളം നിറയ്ക്കാം. കുപ്പിയൊക്കെ നമുക്ക് എടുക്കാം. നീ കുഴിച്ചോ?
എന്താ ഇവിടെ വരെയൊക്കെ വെള്ളം വരും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ. നന്ദ ഇത് കാല് കുത്തൂട്ടോ, നല്ല മൂർച്ചയുള്ള കല്ലുകളാണ് കേട്ടോ. ഇതൊക്കെ വെള്ളം വരിക കുറച്ച് കഴിഞ്ഞാൽ അവിടേക്കൊക്കെ. ഇപ്പോൾ കടലിങ്ങനെ വേലി ഇറക്കായിട്ട് ബാക്കോട്ട് പോയതാണ്, കുറച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് വരും. അവരവിടെ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അക്കു കാല് വേനിക്കും, ചെരുപ്പിട്ട് വാ. നന്ദ ചെരുപ്പിട്ട്, കാല് വേനിക്കും. കടൽ പുറ്റൊക്കെ കിടക്കുന്നുണ്ടോ? പുറ്റൊക്കെ കിടക്കുന്നുണ്ടോ? കടൽപുറ്റാണത് കണ്ടോ, വെള്ളം വരുന്ന സ്ഥലമാണിതേ. ഇത് ഇപ്പൊ ബാക്കോട്ട് പോയതാണ്. അപ്പൊ കടലിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണാക്കോ. ഇതൊക്കെയാണ് കടലിന്റെ അടി കേട്ടോ. വെള്ളം ഇനി ഇങ്ങനെ വന്ന് കേറി കേറി നിറയും. ഇവിടെയൊക്കെ ഇങ്ങനെ ഇപ്പൊ സോഫ്റ്റ് ആയി താന്നു പോണ പോലെ നിക്കുന്നത്. ഇവിടെ മീനുണ്ടോ? കടല് സ്റ്റാർട്ട് ആവുന്നുട്ടോ അപ്പൊ. അയ്യോ ആരുടെയോ ചെരുപ്പ്, അതിപ്പോ കരയാണെന്ന് കരുതി ഊരി വെച്ച് പോയതാട്ടോ. അവിടെ ഉള്ള ആരെങ്കിലും ആവും. ഇതിപ്പോ വെള്ളം കയറിയതാണ്. നമുക്ക് അങ്ങോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ അത് ഒലിച്ചു പോവും. വെള്ളം കണ്ടോ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണ കണ്ടോ? വെള്ളം കണ്ടോ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കണ. ഇനി ഈ കരയിലേക്കൊക്കെ വെള്ളം വരും കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വെള്ളം വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങോട്ട്. ആണോ? തണുക്കൂട്ടോ, പിന്നെ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ തണുക്കും. പിന്നെ തണുപ്പാണ് ഇപ്പൊ കേട്ടോ ഇവിടെ. അയ്യോ ആ ട്രൗസർ ഊരിട്ട് വെക്കേണ്ടതാ. ഉള്ളിൽ വേറെ ട്രൗസർ ഇല്ലേ? ആ സാരല്ല, ഇനി പോട്ടെ. വേറെ ഡ്രസ് ഉണ്ട്, കുഴപ്പമില്ല, ഇട്ടോ. വേറെ ഡ്രസ് ഉണ്ട് കേട്ടോ. എന്താണ്? രക്ഷിക്കൂല, സ്വന്തം രക്ഷിക്കുക. അതൊക്കെ സ്വന്തം ശരിയാക്കാവുന്നതേ ഉള്ളൂ. മറ്റേ കൈകൊണ്ട് ശരിയാക്ക്. അജുമാമൻ വെള്ളം എടുക്കാൻ പോയതാട്ടോ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ചോദിക്കുന്നവനറിയാം. അക്കു അങ്ങ് എത്തിട്ടോ. ഇങ്ങ് പോരെ. കടലിൽ വന്നിട്ടും ഫോണും നോക്കി നിൽക്കുന്ന ഒരു മഹാനെ കണ്ടോ? ഇനി അവിടെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്ന വേറൊരു മഹാനെ കണ്ടോ? അക്കു ഇന്ന് പോരട്ടോ, ആർക്കും പിടിക്കാൻ പറ്റൂലട്ടോ. അങ്ങ് അറ്റത്തൊരു കപ്പല് കണ്ടോ? ആ അങ്ങോട്ടാ കപ്പലിന്റെ അടുത്തേക്ക് പോണേ. ആ നല്ലതാ. ഓയ് ചെരുപ്പ് ഊരണോ? കാല് വേനിക്കും ചെരുപ്പൂരിയ. കല്ലാണിത്. വാ, നമുക്ക് കേറുന്ന സ്ഥലത്തൊക്കെ ഇനിയിപ്പോ വെള്ളാവൂട്ടോ. ഹെന വാങ്ങിച്ചു തന്ന ചെരുപ്പ് എനിക്ക് നമ്മളെ പാകിസ്ഥാനിൽ ഹെന വാങ്ങിച്ചു തന്ന കേട്ടോ. ആ അത് നല്ല ചെരുപ്പ് കേട്ടോ. തുണിയോ? ഇത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്യണ പോലെയല്ലേ ഈ ഉദ്ദേശിച്ച്? ഷർട്ടാണ്. സൂന്റെ ഷർട്ട് വാങ്ങി. പോലെ നിക്ക്, ഷർട്ട് കൊണ്ടുപോ. ചേട്ടാ ഷർട്ട്. എടാ എന്റെ ഡ്രസ്സ് കേടുവരും. പവിഴം ചെപ്പിയൊക്കെ എന്റെ കൈ തന്നെ ഉണ്ടേ. അയ്യോ ഒരു മുത്ത് പോയി തോന്നുന്നു. നന്ദന്നെ കൊല്ലും മുത്ത് പോയ. അക്കു ഇങ്ങ് വായോ. അക്കുവിന് കാണിച്ചു കൊടുക്കാനാ? എന്റെ ചുരിദാർ ഇപ്പൊ കേടുവരും.
അജ്മാവിന്റെ ബുദ്ധി റോക്കറ്റ് ആണല്ലോ. എടാ ഡ്രസ് കയറരുതട്ടോ. ഡ്രസ് ശരിയായോ? ശരിയായോ? ശരിയാടാ. വാവ്, അജ്മാമൻ റോക്സ്. കേട് വന്ന ചെരുപ്പ് അജ്മാമൻ റെഡിയാക്കി തന്നു. അജു, നീ ഒരു സംഭവാട്ടോ. തലയിൽ ഇങ്ങനെ വെളിച്ചം വരുന്നുണ്ടോ? അപ്പുറത്തുനിന്ന് വെളിച്ചം കിട്ടും. അജു, നീ സംഭവാട്ടോ. നന്ദയ്ക്ക് വെള്ളത്തിൽ കളിക്കാൻ വലിയ താല്പര്യമല്ല കേട്ടോ. നമുക്ക് മണ്ണ് കളിക്കാനാണ് ഇഷ്ടം. അതിനാണ് കാര്യമായിട്ട് വരുന്നത്. ഞങ്ങൾ അതുകൊണ്ട് തിരിച്ചു കയറണം. കണ്ട, നമ്മൾ വരുന്ന ഭാഗമൊക്കെ ഇപ്പോൾ വെള്ളമായി കേട്ടോ. വന്ന ഭാഗമൊക്കെ വെള്ളമായി. എന്താ, നമ്മളൊരു ചെരുപ്പ് എടുത്ത് പുറത്തേക്ക് ഇട്ടില്ലായിരുന്നോ? കാരണം കരയാണെന്ന് കരുതി ഇവിടെ ഊരിട്ട് പോയതാട്ടോ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളാവൂയി. ആ ചെരുപ്പ് ഇപ്പോൾ എവിടെ? അവർ വന്നെടുത്ത് കൊണ്ടുപോയി തോന്നുന്നു കേട്ടോ. നടക്കുന്നുണ്ട? ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളമാവുന്നു. ഉണ്ടോ? അവിടേക്കൊക്കെ വെള്ളമാവും. കുറച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ. എത്ര മീനെ ഓടുന്നു നോക്ക്. നിറയെ മീനതാ ഓടുന്നതാ. കാണുന്നുണ്ടോ? എന്താ മീൻ ഓടുന്ന കാണുന്നില്ല? ഇതാ മീൻ ഇവിടെ കാണുന്നുണ്ടോ? മീനെ കണ്ടിട്ടോ? ഇതാ മണ്ണ് പോലത്തെ അല്ല, ഇവിടെയൊക്കെ മീനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആരോ ചെരുപ്പ് ഊരി വെച്ച് പോന്നിട്ട് വെള്ളമായി ഉണ്ടായിരുന്നു. സുഭാഷ് ഏട്ടാ ഷൂട്ട് വലിയ കാര്യത്തിൽ അങ്ങോട്ട് വെള്ളമില്ലാതെ പോയേ. എന്നിട്ട് ചോദിക്കുക നേരത്തെ വെള്ളമില്ലായിരുന്നല്ലോ എന്ന്. വായോ ചെരുപ്പ് നനച്ചുകൊണ്ട് വായോ. ഇപ്പം ആണെങ്കിൽ അത്ര നനയില്ല, കുറച്ച് കഴിഞ്ഞാൽ നന്നായി നനയും. വാവ്, എന്താണ് നനഞ്ഞതേ ഇല്ല, തീരെ നനഞ്ഞില്ല. കണ്ട, വെള്ളം വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പൊ ഇവിടെ വരെ എത്തി. നന്ദയ്ക്ക് ഇവിടെ മണ്ണ് കളിക്കാനാണ്. വാ, മണ്ണ് കളിക്കാം നമുക്ക്. എന്ത് വികൃതിയാണോ? എന്നോടോ? ആർക്കാ വികൃതി? എനിക്കാണോ നിനക്കാണോ? ഓ, മണ്ണ് കളിക്കാനൊക്കെ നിനക്ക് സമയമുണ്ട്. നല്ലതായിരുന്നു, പൊളിഞ്ഞു പോയി. സുഖം പിടിച്ചേ. അങ്ങനെ തുറക്കാൻ പറ്റുണ്ടോ? കണ്ടോ? നിന്റെ മുത്തു പോയോ? കിട്ടിയോ? എന്നാ നീ വെള്ളം നിറയ്ക്കും നിന്റെ കിണറിൽ വെള്ളം നിൽക്കുമോ നോക്കട്ടെ ഞാൻ. എൻ്റെ കിണറിൽ വെള്ളം നിൽക്കുന്നില്ല. സെക്യൂരിറ്റീൻ്റെ അവിടെ. നിറഞ്ഞോ? എവിടെ കാണട്ടെ? എവിടെ ആ വെള്ളം? എവിടെ കാണട്ടെ? അയ്യോ, വെള്ളം എവിടെ പൊന്നു? പൊന്നു വെള്ളം നിക്കൂല പൊന്നു. ഇവിടെ ഇത് മണ്ണല്ലേ, മണ്ണ് കുടിക്കും വെള്ളം. പൊന്നുസേ, വെള്ളം നിറച്ചിട്ട് കാര്യമല്ല, മണ്ണിലാണ് വെള്ളം. അമ്മ അത് പ്ലാസ്റ്റിക്കിൽ വെള്ളം വെച്ചുകൊണ്ട് അവിടെ വെള്ളം നിന്നത് ഓക്കെ. എന്റെ വെള്ളം വേണമെന്ന് ഓളെ കിണറ്റില്. കിണർ ഇവിടെ ഉപേക്ഷിച്ചിട്ടാ പോണത്. എന്താ നമ്മള് ചെരുപ്പ് കൊടുത്തോ? ചെരുപ്പിട്ട് പോയിക്കോ. കാല് കഴുകു, ചെരുപ്പിട്ട് പോ. കാല് കഴുകു, ചെരുപ്പും കഴുകു. നൃത്തം നോക്കണേ. ചെരുപ്പിട്ട് പോയി മേലെ കഴുകിട്ട് വാ. മേലെ തന്നെ ട്രൗസർ മാത്രം കഴുകിട്ട് വാ. സുവച്ചിന് പോയിട്ട് ഒരുപാട് പണിയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വേഗം തിരിച്ച് കയറ്റുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് കാല് കഴുകി പോവാണ്. അക്കു മാത്രമേ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. നന്ദ വേഗം
അങ്ങ് അറ്റം വരെ പോണ്ടക്കൂ. ഇതാ ഇവിടെ നിന്ന് കഴുകിയാൽ മതി. ഇവിടെ നിന്ന് കഴുകിയിട്ട് അങ്ങോട്ട് എടുക്ക്. നീ അക്കു ഓളയും കൊണ്ട് അങ്ങോട്ട് പോകാൻ നോക്കുകയാണേ. നന്ദ അവിടെ ഇരുന്നിട്ട്. അക്കുവിന് പോരാൻ മനസ്സില്ല കേട്ടോ. അക്കു കിടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്ത് പോയിട്ട്. എന്താ എന്നാ നീ നിന്റെ ഡ്രസ്സൊക്കെ ഒന്ന്, നിന്റെ ചളിയൊക്കെ ഒന്ന് കളഞ്ഞേ. എന്നാ നല്ലതെങ്കിൽ ഇരുന്നിട്ട് എണീക്ക്. എണീക്ക്. അമ്മ അങ്ങനെയല്ല. എണീക്ക്, അമ്മ കഴുകിത്തരാം. എണീക്ക്. ഇവിടെ നിൽക്ക്, അമ്മ കഴുകിത്തരാം. തിരിഞ്ഞിക്ക്. മേലെ കൂടെ ഒഴിക്കണ്ട, മേലെ കഴുകണ്ട. തിരിച്ചിറക്ക്, തിരിഞ്ഞു വെക്ക്. കഴിഞ്ഞു. ഇനി വാ, പോര്. കഴിഞ്ഞു, സൂപ്പറായി. വാ, നീ എണീറ്റോ. വാ, എനിക്ക് വാ. അക്കു ചളിയാക്കാതെ നടക്കട്ടോ. അക്കുവിന് കാലം അവിടെ നിന്ന് കഴുകാം. എനിക്കിവിടെ കുറേ നേരം നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സുവച്ച സമ്മതിച്ചില്ല. നിന്റെ കയ്യിലല്ല വെള്ളം, എന്റെ നേരത്തെ വെള്ളം. എനിക്ക് മണ്ണ് കയറില്ല എടുക്കാം. ഞാൻ എടുക്കാം. മണ്ണാവും, പിന്നെ കയറാൻ പറ്റില്ല. മണ്ണ എന്നാ നമ്മളെ കിണർ ഇവിടെ തന്നെ ഉണ്ട്. ഇത് മൊത്തം ഓക്കെ നോക്കിക്കോ. ആ കടലത്തെ പകുതി വെള്ളം ആരെ കുടിച്ചറിയോ? ആരാ കുടിച്ച്? നോക്ക് അങ്ങോട്ട് നോക്ക്. കുറച്ച് കുറഞ്ഞുണ്ട്. ഈ ആവും അല്ലേ? കരയത്തെ വെള്ളം കുടിക്കാനാ ഇറങ്ങി തിരിച്ചിരിക്കണേ. എന്നെ വണ്ടി കയറ്റൂല കേട്ടോ നീ. ഓക്കെ അവിടെ കുടിച്ചോളാം. അക്കുന്റെ മുടി അങ്ങനെ നിക്കണു, ഷോക്ക് അടിച്ച പോലെ. അക്കുവിന്റെ ഷോക്ക് അടിച്ച മുടി കണ്ടോണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ലല്ലോ, നല്ല ഭംഗിയുണ്ടെന്നാ പറഞ്ഞത്. എല്ലാരും ഇങ്ങനെ ആക്കുക ചെയ്യാ, മനസ്സിലായോ? അക്കുവിന്റെ ഒരു ഭാഗ്യേ, ഇങ്ങനെ ആക്കാതെ തന്നെ കണ്ടോ ഷോക്ക് അടിച്ച പോലത്തെ മുടി. എന്നാ തന്നോ, എടുത്തോ. കുറ്റിച്ചെടിയാണോ? ഒരു മരത്തിന്റെ അതേ ഷേപ്പിൽ നിൽക്കുന്നു കണ്ടോ? കണ്ടോ എന്ത് രസമായിട്ടാ നിക്കണോക്ക് കുറ്റിച്ചെടി. ഞാൻ ഇവിടെ രാത്രി വരെ നിക്കണം എന്ന് വിചാരിച്ചാ വന്നത്. ഈ സൂനെ കൊണ്ട് തന്നെയാണ്. സൂനെ കൊണ്ട് ഒരു സ്ഥലത്തേക്കും വരാൻ പറ്റുമോ? ഫോട്ടോ ആണ് മുത്തേ, വീഡിയോ അല്ല ഡാൻസ് കളിക്കാന്. ചാടി കാട്ടി കൊടുക്കുന്നു. ഒറ്റ ചാടി ഞാൻ പിടിക്കും, വീണാ ഞാൻ പിടിക്കും. മേത്തേക്ക് ചാടി പിള്ളേടി നന്നായി. 5 എത്രയെന്ന് പറഞ്ഞ എനിക്ക് വേണ്ടി തരാം. ഓടി തെറ്റി അനക്കില്ല. എന്റെ മണ്ടൻ അക്കുവിനോടാണ് ഈ ചോദിച്ച്. അക്കു എന്നെ പറ്റിച്ചില്ലേ? 5 പറഞ്ഞ 5 എന്ന് പറഞ്ഞു കൊടുക്ക്. ആദ്യം പറയണേ അത് സ്പോട്ടിലാണ്. ഞാൻ ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോഴേ സൂര്യനെ കാണാൻ നല്ല ഭംഗി. അപ്പൊ ഞാൻ വേഗം ചാടി ഈ ഗ്ലാസ് തുറന്നിട്ടോ സൂര്യന്റെ ഈ ഭംഗി കാണാൻ. അപ്പൊ ഈ ബ്ലാക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ കാണാൻ എന്ത് ഭംഗിയാ സൂര്യനെ. കണ്ടോ? വാവില്ലേ നന്ദ?
ഈ ലൈറ്റിന്റെ ഉള്ളിൽ കൂടെ കാണാൻ നല്ല ഭംഗിയില്ലേ? ദാ സൂര്യൻ. ഇഷ്ടല്ല എന്റെ കയ്യിൽ ഉറങ്ങിയോണ്ട് വേഗം ചാടിക്കേറിയതല്ലേ? ഉമ്മ വയ്ക്കണ ഇഷ്ടല്ല അതൊക്കെ പറയട്ടോ. വിളിച്ച പാടെ എന്റെ കൈ ഇഷ്ടല്ല, എന്റെ കൈ പിടിക്കണ ഇഷ്ടല്ല, എന്നെ പിടിക്കണ ഇഷ്ടല്ല, അതൊക്കെ അവളിന്റെ അടുത്ത് വരുമ്പോ പറഞ്ഞേ. ഇവിടെ നിന്ന് വന്നിട്ട് വേറെ ചാടി എടുക്കുക ഒറ്റ കടത്തതാ. ഇനിയിപ്പോ നീക്കണ്ടല്ലോ. കണ്ണൂർന്ന് കിടക്കാണ്. ഒരു മുട്ടായി മാമനോ എന്താ ഒറ്റ ഷുഗറാ എനിക്ക് ഷുഗറാന്ന് ആരാ പറഞ്ഞത്? അത് കേട്ടോ, സുവച്ചനെ പോലെ ഷുഗർ വന്നത്. സുവച്ചനപ്പൊ മിഠായി നിട്ടാ ഷുഗർ വന്നത്? ആ അനക്ക് പിന്നെ കയ്യില് ഷുഗർ നോക്കാൻ കുത്തേണ്ടി വരുടാ. കുഴപ്പമില്ല, എനിക്ക് ഷുഗർ ഇല്ലടി. അന്റെ അച്ഛന് ഷുഗർ ആച്ചിട്ട് എനിക്ക് ഷുഗർ ആവണമെന്നുണ്ടോ?